മഞ്ചേശ്വരം പൊസോട്ട് ജനവാസ മേഖലയിൽ നിരന്തരമായി കക്കൂസ് മാലിന്യം തള്ളുന്നതായി വ്യാപക പരാതി. പലതവണ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പ് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. നിരവധി കുടുംബങ്ങളുള്ള മഞ്ചേശ്വരം പൊസോട്ട് പാലത്തിന്റെ അടിഭാഗത്താണ് രാത്രിയുടെ മറവിൽ ടാങ്കർ ലോറിയിൽ കക്കൂസ് മാലിന്യം കൊണ്ടുതള്ളുന്നത്. അസഹനീയമായ ദുർഗന്ധം വമിക്കുന്ന പ്രദേശത്തുകൂടി ഇപ്പോൾ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ആയിരക്കണക്കിന് ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ പുഴയിലെ വെള്ളം മലിനമാകുന്നതോടൊപ്പം പ്രദേശങ്ങളിലെ കിണർ വെള്ളവും മലിനമാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് കക്കൂസ് മാലിന്യമാണ് കൊടുത്തിട്ട് ഇവിടെ ചുരുക്കുന്നത്. പിന്നെ അത് രാത്രി 12 മണിക്ക് ശേഷം ഇവിടെ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കിടന്ന് നല്ല ഉറക്കിലായിരിക്കും അല്ലേ, ആ സമയത്താണ് ഇവിടെ ഇതാക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ദിവസം കാത്തിരിക്കാൻ പറ്റും? നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് വരുന്നില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് എപ്പോൾ വന്നിട്ട് അവർ പോകുന്നു, പെട്ടെന്ന് വന്നിട്ട് ചൊരിച്ചിട്ട് അവർ പോകുന്നു. ഈ കക്കൂസ് മാലിന്യം വന്നിട്ട് നമ്മൾ ഈ ചുറ്റുപാടത്തുള്ള ആൾക്കാർക്ക് ഇവിടെ നടക്കാൻ പറ്റുന്നില്ല, ഈ ബാഡ് സ്മെല്ലിൽ. അതുപോലെ കിണർ വെള്ളം മാലിന്യമായിട്ടുണ്ട്, കുടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താ ചെയ്യാൻ പറ്റും? ഇത് കാണുന്നില്ല. കുട്ടികളും രോഗബാധിതരുമായി നൂറുകണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു സാമൂഹ്യദ്രോഹ പ്രവൃത്തി നടത്തിയത്. ഇതിനു മുൻപും ഇതുപോലെ ടാങ്കറിൽ മലിനജലം കൊണ്ടുവന്ന ഇതേ പ്രദേശത്ത് തുറന്നുവിട്ടിരുന്നു. വേസ്റ്റ് വെള്ളം ഒഴിച്ചിന് ഇന്നലെ കക്കൂസിന്റെ വെള്ളം കുറഞ്ഞിട്ട് ഒഴിച്ചിന്. ഇത് ഈ ഫസ്റ്റ് പ്രാവശ്യമല്ല, കുറേ പ്രാവശ്യമായി ഓരോ ഒഴിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾക്ക് കണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു ഓരോട് എന്ത് ഇടിക്കുള്ളൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ പ്രായമായവരും കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ശ്വസിച്ചിട്ടാകുമ്പോഴേക്ക് രോഗം വരും. ഇതിൻ്റെ സ്മെല്ല് വീട്ടിൻ്റെ അകത്തേക്ക് തന്നെ അടിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള പരാതി പോലീസിലെത്തിയാൽ നടപടി സ്വീകരിക്കാൻ കാലതാമസമെടുക്കുകയോ ചെറിയ തുക ഫൈൻ ഈടാക്കി വിട്ടയക്കുകയോ മാത്രമാണ് പതിവ്. നിരവധി ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് ഇടപെട്ട് പ്രദേശത്ത് CCTV സ്ഥാപിക്കണമെന്നുമുള്ള ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് ഇട്ടിട്ട് ജനങ്ങൾക്ക് ഭയങ്കര ഉപദ്രവമായിരുന്നു. ഇവിടുത്തെ വേസ്റ്റ് വെള്ളത്തിൽ കിണറിക്ക് പോയിട്ട് അതിൽ രോഗമുണ്ടാകുന്ന പരിസ്ഥിതി ഉണ്ടായിരുന്നു. ഇതിൻ്റെ നടപടി പഞ്ചായത്ത് അധികൃതർ എടുക്കണമെന്ന്. കുടിവെള്ള സ്രോതസ് ഉൾപ്പെടെ മലിനപ്പെടുത്തിയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസിലും പഞ്ചായത്തിലും ആരോഗ്യവകുപ്പ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.